ഹലോ ഫ്രണ്ട്സ്, ആർ ജെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കക്ക ഇറച്ചി വറുത്തരച്ച് വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ ആദ്യമേ തന്നെ കക്ക ഞാനൊരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതാണ്. പിന്നെ ഒരു ചെറിയ പച്ചക്കായ, പിന്നെ ഇതിന് വറുത്തരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ: അരമുറി നാളികേരം, ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വേപ്പില. പിന്നെ ഇതിന് വേവിക്കാനുള്ള സാധനങ്ങൾ: ഒരു ചെറിയ സവോള, വേപ്പില, 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. മസാലയിൽ ഇനി നമുക്ക് കറി വയ്ക്കാം. ചട്ടിയിലേക്ക് ഞാൻ വേവിച്ച് വെച്ച കക്ക ചേർക്കാം. കക്കയെ എപ്പോഴും നന്നായിട്ട് വേവിച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് പച്ചക്കായ ചേർക്കാം. പച്ചക്കായ്ക്ക് അധികം വേവില്ല. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം, ഇഞ്ചി, പച്ചമുളക്, സവോള, വേപ്പില, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാം. ഒരു സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കണേ. നമുക്ക് മൂടി വെച്ച് നന്നായി ഇളക്കിയ ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചക്കായൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ കക്കയും പച്ചക്കയും എല്ലാം തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനേക്കുള്ള വറുത്തരയ്ക്കാം. ഇപ്പോൾ ഞാൻ പാൻ ചൂടായ ശേഷം നമുക്കിതിലേക്ക് തേങ്ങയും മസാല, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില എല്ലാം ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മസാല: 2 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക, 1 ടീസ്പൂൺ പെരിഞ്ചീരകം. ഇതാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു പകുതി ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. നമ്മൾ ഈ അരപ്പരയ്ക്കുന്നത് വെള്ളം ചേർക്കാതെയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഈ നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്കിതിലേക്കൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഈ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇത് നോക്കി നമ്മുടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ കൂട്ട് നമുക്ക് പച്ചക്കറിയിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസ് കത്തിച്ച് വയ്ക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര കുറുകിപ്പോയിട്ട് പച്ചക്കയ്ക്ക് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് കൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കണം, എണ്ണയൊക്കെ നന്നായിട്ട് തെളിയുന്നതിന് വേണ്ടി. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് മൂടി മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ
കക്ക ഇറച്ചി വറുത്തരച്ചത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. ഒരു പാൻ ചൂടായ ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കാം. വേപ്പില, ഒരു 3 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. ഇതേപോലത്തെ ചെറിയ ചെറിയ റെസിപ്പിയുമായി ഞാൻ എല്ലാ ദിവസവും വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കക്ക ഇറച്ചി കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് കയ്യിൽ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ കക്ക വറുത്തരച്ചതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. താങ്ക് യു.